ഹായ് എവരിവൺ. നമുക്ക് ഈ വീക്കിൽ ഒരു സിങ് ട്രേഡുകൾ നോക്കാം. ഓക്കെ, ഈ വീക്കിൽ നമുക്ക് ജെ പി പേരുകൾ നല്ല ബിയറിഷ് ട്രെൻഡ് ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ USD ജെ പി നോക്കുകയാണെന്നുണ്ടെങ്കിലും യൂറോ ജെ പി വൈ, അതുപോലെ GBP ജെ പി വൈ, NFD ജെ പി വൈ, അതുപോലെ AUD ജെ പി വൈ, അതുപോലെ CHF ജെ പി വൈ, CAD ജെ പി വൈ, ഇത്രയും പേരുകൾ എന്താണ് ജെ പി ഐ കോഡ് കറൻസി വരുന്ന പേരുകളാണ്. ഓക്കെ, ഇതിലെല്ലാം ഒരു ബിയറിഷ് ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേതെങ്കിലും പേരിൽ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒരു CAD ജെ പി വൈ ബിയറിഷ് ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു എൻട്രി കിട്ടുമ്പോൾ നോക്കാം. ഓക്കെ, ആൾറെഡി നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു റീ എൻട്രി കിട്ടുമെന്നുള്ളതാണ് ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൾറെഡി പ്രൈസ് ബിയറിഷ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റി കാണുന്നത് ഏകദേശം ഈ ഒരു ലോയിലാണ് നെക്സ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി കാണുന്നത്. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി രണ്ട് ഏരിയ, ഒന്ന് ഇതാണ്, ഒന്ന് താഴെ, അതിന് നേരെ താഴെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ പ്രൈസ് ഇപ്പോൾ നിലവിൽ ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഓർഡർ ബുക്ക് എടുത്തിട്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഓർഡർ ബുക്ക് അതുപോലെ നല്ലൊരു ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇതിനുശേഷം ഇത് രണ്ടും എടുത്തിട്ട് നിലവിൽ പ്രൈസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീക്കിലിയിൽ ഏകദേശം ട്രെൻഡ് ബിയറിഷാണ്. ഇനി ഡയലി നോക്കാം. ഓക്കെ, ഡയലി നോക്കുമ്പോൾ വീക്കിലിയിൽ FEGക്കും പ്രൈസ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഇവിടെ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് നടന്നു. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഇങ്ങനെ എടുത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം പ്രൈസ് കാണാൻ പറ്റും നല്ല രീതിയിൽ ഡൗൺ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ കാണാം FEG മിറ്റിഗേറ്റായി. അതുപോലെ ഇവിടെ നല്ലൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി സീപ്പ് ഇവിടെ നടന്നു. ഓക്കെ, ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം പ്രൈസ് ഒരു 4 hour നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺഫർമേഷൻ നോക്കാം. 4 hour നോക്കുമ്പോൾ എന്താണ് പ്രൈസ് 4 hour നല്ലൊരു സ്ട്രക്ചർ ഫിഫ്റ്റി വീണ്ടും വന്നു. ഓക്കെ, ഏകദേശം ഈ ഒരു ഏരിയയുടെ പ്രൈസ് ഏകദേശം വന്നിട്ടുണ്ട്. അതൊരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു MSC തന്നതിന് ശേഷം വീണ്ടും ഒരു BMC കിട്ടി അല്ലേ. അപ്പോൾ ഇതിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷ് തന്നെയാണ്. അവിടെ കാണാൻ പറ്റും നല്ലൊരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും പ്രൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നല്ലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു, ഇതും പ്രൈസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് 4 hourലുള്ള എൻട്രി കയറാറുള്ളത്. ഒരു 1 hour ഏരിയ, 1 hour ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എൻട്രി ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ പ്രൈസ് 1 hour ഒന്ന് നോക്കാം. 4 hour FEG നമുക്ക് പ്രൈസ് വന്നതിന് ശേഷം ഓക്കെ 1 hour നോക്കുമ്പോൾ 1 hour ഇവിടെ ഒരു BMC തന്നു. അതുപോലെ 4 hour FEG നമുക്ക് പ്രൈസ് വന്നതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ഇവിടെയും നല്ലൊരു സ്ട്രക്ചർ ലിഫ്റ്റ് 1 hour കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി കയറിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു FEG നിന്നാണ് നമ്മൾ എൻട്രി കയറിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നല്ലൊരു ഇംബാലൻസ് നമുക്ക് പ്രൈസ് വന്നു. ഏകദേശം ഒരു ഫിബ് ലെവൽ നോക്കുമ്പോൾ പ്രൈസ് ഏകദേശം ഈ 618 നമുക്ക് പ്രൈസ് വന്നിട്ടാണ് പ്രൈസ് ഡൗൺ ആയിട്ടുള്ളത് അല്ലേ. ഇതിന് ശേഷം ഇവിടെയും വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക് വീണ്ടും തന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇവിടെ ആൾറെഡി രണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്. ഓക്കെ, ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും കാണാനുള്ളത് 1:2 ആണ്. 1:2. ഓക്കെ, 1:2. പിന്നെ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ നെക്സ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ് നമ്മൾ ടാർഗറ്റ് കാണുന്നത്. സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 1:5 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടാർഗറ്റ് കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ റീ എൻട്രി ആണ് നമ്മൾ ഈ വീക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ റീ എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്, വീണ്ടും ഞാൻ പറഞ്ഞു ഇവിടെ വീണ്ടും എന്തുണ്ട് ഒരു BMC നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു BMC എന്ന് പറയുമ്പോൾ ഇവിടെ BMC കിട്ടി. ഇതിന് ശേഷം നല്ല രീതിയിലുള്ള FEG ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 1 hour അഥവാ ഇനി 1 minute കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, ഏകദേശം ലണ്ടൻ സെഷൻ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ഈ ലണ്ടൻ സെഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, എൻട്രി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അഥവാ ഇവിടെ വീണ്ടും ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
ഇവിടെ വീണ്ടും ഒരു FEG ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു FEG നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി അഥവാ റീ എൻട്രി കയറാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഹൈ ഒക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയിൽ വെച്ചു. ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും 1:2. ഓക്കെ, 1:2. നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് എന്താണ്, ലാസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലോ വരെയാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൽസിൻ്റെ ലിക്വിഡിറ്റി വരെ. അപ്പോൾ ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ 1:3 ഉണ്ട് ട്രേഡ് വരുന്നത്. അഥവാ FEG ചെറിയ FEG കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല 1:5 റിവാർഡോട് കൂടുതൽ ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ.